മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാണി ശരത്തും നമ്മുടെ ശൈത്യയും കൂടെ സംസാരിക്കുകയാണ്. ശൈത്യം നമ്മുടെ അനുമോൾക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പാണി ശരത്തിനൊരു ബോധോദയം വന്നിരിക്കുകയാണ്. ഇന്നലെ ഞാൻ സംസാരിച്ചത് ശരിക്കും എൻ്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കണമെന്ന് കരുതിയതല്ല. ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അക്ബർ പോലും എന്നോടിപ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും അവൻ എന്നോട് വന്ന് സംസാരിക്കുന്നതാണ്. ഇപ്പം ഞാനൊരു ഗ്രൂപ്പിലും ഇല്ലാത്ത ആളാണ്. ഇപ്പം ഞാൻ അനുവിൻ്റെ അടുത്തും ഒനീലിൻ്റെ അടുത്തും അഭിലാഷിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അവർ ഞാൻ വരുമ്പോഴേക്കും ടോപ്പിക്ക് മാറ്റും. അപ്പോൾ എനിക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഷാനവാസിനോടൊന്നും ഞാൻ മിണ്ടാറില്ല. അവൻ എന്നോടും മിണ്ടാറില്ല. പിന്നെ എനിക്ക് അനുവിനൊക്കെ ഇന്നലെ അത്രയും അക്ബർ ആ പാട്ടൊക്കെ പാടി അങ്ങനെ അനുവിനെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും അവനോട് നിർത്തുമെന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അക്ബറും തമ്മിൽ വലിയ പ്രശ്നമാവും. ആദിലിനെയും നൂറേനെയും എനിക്ക് നല്ല ഇഷ്ടമുള്ള പിള്ളേരാണ്. അവരുടെ കമ്മ്യൂണിറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. തിരുവനന്തപുരം സൈഡാണ്. ആ കമ്മ്യൂണിറ്റിയിലെ പലരും ഞാനുമായിട്ട് ഞങ്ങൾ നല്ലൊരു ടേംസിൽ പോകുന്ന ആൾക്കാരാണ്. അവരെ ഞാൻ അത്രയും ചോറൊക്കെ വാരിക്കൊടുത്ത ആ മക്കളോട് ഇന്നലെ എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കുറേ തവണ എന്നോട് തന്നെ ദേഷ്യം വന്നു. പിന്നെ ഞാൻ കുറേ തവണ ആദിലനോട് ഞാൻ പിന്നെ പോയി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ മാപ്പ് പറഞ്ഞു. അതേപോലെ രാവിലെ ഞാൻ മാപ്പ് പറഞ്ഞു. അനുവായിട്ട് എനിക്ക് അങ്ങനെ ഒരുവിധ പ്രശ്നമില്ല. അവളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറകെ പോയി ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ അവളോടിപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് അക്ബറൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇപ്പോൾ സംസാരിക്കുന്നത് ആര്യൻ മാത്രമാണ്. വേറെ ആരും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറില്ല. റെന ഫാത്തിമയൊക്കെ ആയിട്ട് ഞാൻ നന്നായി സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അക്ബറൊക്കെ ആയിട്ട് അവർ നല്ല കമ്പനിയായി. എന്നെ അവരധികം അങ്ങനെ സംസാരിക്കാനൊന്നും കൂട്ടാറില്ല. എന്താണെങ്കിലും അപ്പാണി ശരത്തിനെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല നന്മമരമാകുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയൊന്നും ഞാൻ എടുക്കില്ല. എൻ്റെ രേഷ്മയ്ക്കും അതേപോലെ തന്നെ എൻ്റെ മക്കൾക്കും എൻ്റെ വരാനുള്ള കുഞ്ഞിനുമാണ് ഈ പൈസ മൊത്തം ഉള്ളത്. എൻ്റെ ലക്ഷ്യം സിനിമ മാത്രമാണെന്ന് പറയുന്നുണ്ട്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ ശരത്ത് നന്മമരമായിട്ടുണ്ട്. ഇനി ശരിക്കും നന്മമരമായൊന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം.